ഹലോ ഗൈസ്, ഇന്ന് ഒരു മാങ്ങ കിട്ടി. അപ്പോൾ മാങ്ങ കിട്ടിയപ്പോൾ എല്ലാം കൂടെ കൊത്തി അരിഞ്ഞ് നമുക്കൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ മാങ്ങയെല്ലാം ചെത്തി നല്ല വൃത്തിയാക്കിയിട്ട് കൊത്തി അരിഞ്ഞ് പാത്രത്തിലാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പിന്നെ ഒരു പച്ചമുളക് വേണം, പിന്നെ ഒരു സവാളയോ കൊച്ചുള്ളിയോ ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ ഞാൻ പച്ചമുളക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ എരിവ് കുറഞ്ഞ് സാധാ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഉണ്ടമുളക് വേണമെങ്കിൽ എടുക്കാം, കാന്താരി വേണമെങ്കിൽ എടുക്കാം. കാന്താരിയൊക്കെ ഇട്ടാലും നല്ല എരിവായിരിക്കും, എരിവ് വേണ്ടവർക്ക്. അപ്പോൾ ഞാൻ പിള്ളേർക്കൂടെ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ എരിവ് കുറഞ്ഞൊരു മുളക് എടുക്കുന്നത് കേട്ടോ. ഒറ്റൊരു മുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിള്ളേർക്കും കഴിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലവണ്ണം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വയ്ക്കാം. പിന്നെ ഈ സ്ലൈസ് ചെയ്യുന്ന ചെറിയ സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ വേണമെങ്കിൽ അരിയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പം നീരും എല്ലാം കൂടെ മിക്സായിട്ട് ചതഞ്ഞ പോലെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ കൊത്തി അരിയുന്നേ ഉള്ളൂ. പിന്നെ സവാളയും അതുപോലെ ചെറുതായിട്ട് കൊത്തി അരിയുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഒന്ന് സവാള അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക് എടുക്കുന്നത് ആദ്യമേ ഞാൻ പിച്ചാത്തി വെച്ച് അരിഞ്ഞു, പക്ഷേ അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഞാൻ കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞു. അപ്പോൾ കത്രിക വെച്ചിട്ട് അരിയുമ്പം കയ്യിലൊന്നും പറ്റത്തില്ല. അപ്പോൾ പിച്ചാത്തി വെച്ച് അരിയുമ്പോൾ പിള്ളേരെ ഒക്കെ എടുക്കുകയും പിള്ളേർക്കൊക്കെ ആഹാരം കൊടുക്കുന്നതൊക്കെ അല്ലേ, അപ്പോൾ മുഖം കഴുകുമ്പോഴൊക്കെ നീറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കത്രിക വെച്ച് ഇതുപോലെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലൊന്നും എരിവ് പറ്റത്തില്ല, പിള്ളേരുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട്, പിന്നെ വേണമെങ്കിൽ നമുക്ക് എരിവുള്ളതിന് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഇച്ചിരി ഒരു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ അങ്ങനെയൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ട് ഉപ്പും ഇട്ട് എല്ലാം കൂടെ ഞാനിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൈ വെച്ച് വേണമെങ്കിൽ നല്ലോണം തിരുമിയെടുക്കാം. അപ്പോൾ ഞാൻ കൈ വെച്ച് എടുക്കാത്തത് മുളക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, ചെയ്യാത്തവരുണ്ടെങ്കിൽ. കണ്ടോ, മുളക് ഇട്ടിട്ട് പോലും നല്ല കല്യാണി കഴിക്കുന്നുണ്ടോ. അപ്പം അത്ര എരിവേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കഴിച്ച് നോക്കണം. നല്ല പിള്ളേർക്ക് മാങ്ങ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.